വർക്ക് ലൈഫ്, അതേപോലെ കോണ്ടൻറ് ക്രിയേഷൻ, അതേപോലെ റൈറ്റിങ്, റീഡിങ്, ഈ സാധനമൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. സോ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു റൊട്ടീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ എനിക്ക് എങ്ങനെയായാലും ഒരു 1 hour 1 സൈഡ് കിട്ടും. ആ ടൈമിൽ എപ്പോഴും എൻ്റെ ഹെൽമെറ്റിൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പോഡ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കേട്ടോണ്ടാണ് പോവുക. എൻ്റെ റീഡിങ് ടൈം ആണെങ്കിൽ തന്നെ ഞാൻ ഓൾമോസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു 10 പേജ് വായിച്ചിട്ട് കിടക്കുക എന്നുള്ളൊരു പാറ്റേൺ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനും എനിക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നുള്ളത് റൈറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 3-4 മാസമായിട്ടുള്ള ഉറക്കത്തിൻ്റെ റൊട്ടീൻ. ഞാൻ കൂടുതലും രാത്രി ഇരിക്കുന്ന ആളാണ്. പകൽ അല്ലെങ്കിൽ രാവിലെ എനിക്ക് നേരത്തെ എണീക്കാൻ മടിയുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു രാവിലെ 9 മണിക്ക് എണീറ്റ് എൻ്റെ വർക്കും ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് റൈറ്റിങ്ങും അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിച്ച് ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി ഒരു 3 മണിക്കായിരിക്കും കിടന്നുറങ്ങുന്നത്. ഒരു 3 മാസമായിട്ട് എൻ്റെ ഏകദേശം റൊട്ടീൻ അങ്ങനെയാണ്. അപ്പോൾ ഒരു 3 മണിക്ക് കിടന്ന് രാവിലെ 9 മണി വരെ എണീക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ എഗെയിൻ റിപ്പീറ്റഡ് ആണ് ഈ ഒരു സാധനത്തിൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത്. അതൊരു ടൈം മാനേജ്മെൻ്റ് ആയിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതുള്ളൂ. ഇപ്പോൾ ബുക്കിൻ്റെ കാര്യങ്ങളായാലും എഴുതുന്നതായാലും ട്രാവൽ ചെയ്യുന്നതായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായാലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. പണ്ട് ആരൊക്കെ പറഞ്ഞ് കേട്ടൊരു സാധനം, നമ്മൾ ബിസി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിതിനെ കാണുന്നു.